Hello everyone, how are you all? Welcome to a new episode of English with Havish. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീനിനെ കുറിച്ചാണ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ബീൻ, അതാണ് നമ്മളുടെ ടോപ്പിക്. ഇത് നമ്മുടെ എന്താണ് ബീൻ? ബീന് ബിഇൻ്റെ V3 ഫോമാണ്. V3 ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ബ്രേക്കിൻ്റെ V3 ഫോം ബ്രോക്കൺ ആണ്, ബ്രിങ്ങിൻ്റെത് ബ്രോട്ടാണ്, ബിഇൻ്റെ ബീനാണ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. എവിടെയൊക്കെയാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യൽ? ഓക്കെ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബീൻ യൂസ് ചെയ്യാറുണ്ട്. ബീനിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബീൻ ഹാസ് ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വേറെ വേറെ സാഹചര്യങ്ങൾക്ക് ബീനിന് വേറെ വേറെ അർത്ഥങ്ങളാണ്. ആദ്യമായിട്ട് ബീൻ എന്ന വാക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സംഭവം പാസ്റ്റും തുടങ്ങി, ഇപ്പോഴും നടക്കുന്നു, ഫ്യൂച്ചറിലേക്കും പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മിക്കവാറും അത് ഫ്യൂച്ചറിലേക്ക് പോകും. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ സൈറ്റിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീൻ്റെ അർത്ഥം കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, ഇതതിൻ്റെ എക്സാക്റ്റ് അർത്ഥമല്ല, അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ വഴിയില്ല. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവൻ 2 മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു കുട്ടി 2 മണിക്കൂർ മുമ്പ് ഉറങ്ങി, ഇപ്പോഴും അവൻ ഉറങ്ങുകയാണ്. ഇനി ഫ്യൂച്ചറിലും അവൻ ഉറങ്ങും. ആരെങ്കിലും അവനെ തട്ടി ഉണർത്തിയില്ലെങ്കിൽ അവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ. വേറൊരു ഫാക്ടേഴ്സും അതിൽ വന്നില്ലെങ്കിൽ അവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിന് ഇംഗ്ലീഷ് എന്താ പറയുക? ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അപ്പോൾ ഇവിടെ ബീൻ വന്നില്ലേ. അപ്പോൾ ബീന് നമ്മളോട് പറയുന്നു അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ബീന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. 2 മാസത്തോളമായി ഞാൻ ഇംഗ്ലീഷ് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ അബൌട്ട് 2 months. ഓക്കെ, ഞാൻ 2 മാസം മുമ്പ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ നിർത്താൻ പോകുന്നില്ല, ഒബ്വിയസ്ലി നോട്ട്. ഓക്കെ, വേറെ ഒരു ഫാക്ടറും വേറൊന്നും എന്നെ നിർബന്ധിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ബീൻ ഇല്ലാതെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഐ ഹാവ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ അബൌട്ട് 2 months. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരർത്ഥം നമ്മൾ ബീൻ ഒഴിവാക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ ബീൻ വന്നാൽ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മനസ്സിലാക്കാം. ഇനി രണ്ടാമതായി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. അവിടെ ബീൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ ഇതൊരു എക്സാക്റ്റ് അർത്ഥമാണെന്ന് പറയുന്നില്ല, നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു കാര്യം പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ വേറൊരു സംഭവം അതിനെ തടഞ്ഞു അല്ലെങ്കിൽ അത് നിർത്തലാക്കാൻ കാരണമായി ഈ കണ്ടിന്യൂസ് ആയി നടന്ന സംഭവം. ഓക്കെ, ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. കുട്ടി മണിക്കൂറുകളോളം ഉറങ്ങിക്കൊണ്ടിരുന്നു, അപ്പോൾ ഞാൻ അവനെ ചെന്ന് ഉണർത്തി. ദ ബേബി ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ hours when I woke him up. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച്, അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചും നമ്മൾ നന്നായി ചർച്ച ചെയ്തതാണ്. സോ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. റൈറ്റ്, ഇവിടെ ബീൻ ഇല്ലാതെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ. ദ ബേബി ഹാഡ് സ്ലെപ്റ്റ് ഫോർ hours നമ്മൾ പറയേണ്ട വരട്ടിഞ്ഞ്. കാരണം എന്താണ്? ഹാസും ഹാവും ഹാഡിന് ശേഷം V3 ഫോം വരണം. അപ്പോൾ നമ്മൾ ബേബി മണിക്കൂറോളം ഉറങ്ങിയിരുന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ ബീന് നിർബന്ധമാണ് അവിടെ. ഇവിടെ കണ്ടു നോക്കൂ, രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. ഞാൻ 1 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ബസ് വന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് ബസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് വന്നു, ഞാൻ അതിൽ കയറിപ്പോയി. വി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ an hour when finally the bus arrived. ഇവിടെ ബീൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവം? ഹാഡിന് ശേഷം V3 ഫോം നിർബന്ധമാണ്. അപ്പോൾ വി ഹാഡ് വെയിറ്റഡ് ഫോർ an hour, ഞങ്ങൾ 1 മണിക്കൂറായി കാത്തു നിന്നിരുന്നു എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ബീന് വരണം. ഇപ്പോൾ ഇവിടെ ബീന് വന്നിട്ടിപ്പോൾ എന്തായി? വി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ an hour
അല്ലേ? ബീൻ അവിടെ ഇല്ലെങ്കിൽ ആ വെയിറ്റ് എന്ന വേർബ് V3 ആവാൻ നിർബന്ധിതനാണ്. കാരണം എന്താണ്? ഹാഡ് ഉള്ളത് കൊണ്ട്. യു ഗെറ്റ് മൈ പോയിന്റ്? മൂന്നാമത്തെ യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകളിലാണ് നമ്മൾ മൂന്നാമതായിട്ട് ബീന് കണ്ടുവരുന്നത്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഷീ ഹാസ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട്. അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് അറ്റൻഡഡ് ദ എക്സാം. അവർ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ ഒരു വേർബ് ഉണ്ട്, സബ്മിറ്റ് ആണ് ഇവിടെ വേർബ്, അതിൻ്റെ V3 ഫോമാണ് സബ്മിറ്റഡ്. താഴെ ഉള്ളത് അറ്റൻഡ് ആണ്, ആ വേർബ് V3 ഫോം അറ്റൻഡഡ് ആണ്. ഹാസിനും ഹാവിനും ശേഷം V3 ഫോം നിർബന്ധമാണ്, അല്ലേ? ഇവിടെ എവിടെയാണ് ബീന് വരുന്നത്? നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 2017. 2017 മുതൽ ഞാൻ അധ്യാപകനാണ്. ഓക്കെ, ആകുക എന്നൊരർത്ഥം വരുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ചിന്തിക്കൂ. മൈ ഫ്രണ്ട്സ്, ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 2017 എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രവൃത്തിയെക്കുറിച്ചല്ല, ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കാം. അവസ്ഥ കുറച്ചു കാലം നീണ്ടു നിൽക്കും, അല്ലേ? ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 2017, 2017 മുതൽ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഷീ ഹാസ് ബീൻ ബിസി ദ ഹോൾ ഡേ. ദിവസം മുഴുവൻ അവൾ തിരക്കിലായിരുന്നു. ഓക്കെ, ആകുക, തിരക്കിലാകുക, തിരക്കിലായിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു വേർബ് ഉണ്ടോ? ഇവിടെ വേറൊരു വേർബില്ല, ബീന് മാത്രമേ വേർബുള്ളൂ. ഒരു അവസ്ഥയെക്കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ സംസാരിക്കുന്നുള്ളൂ, ഒരു പ്രവൃത്തിയെക്കുറിച്ചല്ല. ഓക്കെ, ഹി ഹാസ് ബീൻ ഇൽ ഫോർ എ വീക്ക്. അവൻ ഒരാഴ്ചയായി അസുഖബാധിതനാണ്. ഓക്കെ, അസുഖബാധിതനാകുക, അസുഖബാധിതനാണ്. ഇവിടെയും നമ്മൾ ഒരു വേർബ് ഇല്ല, അല്ലേ? ബീന് മാത്രമേ വേർബ് ആയിട്ടുള്ളൂ, വേറൊരു വേർബ് ഇല്ല. അപ്പോൾ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസും ഹാവിനും ശേഷം നമ്മൾ ബീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ക്രിയയല്ല, ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുക. ഓക്കെ, ഇത് കുറച്ച് ചിന്തിക്കണം. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഈ പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചെല്ലാം നല്ല അറിവുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ അവർ സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇവിടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു വേർബ് ഉണ്ടോ? ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. ഇവിടെ വേർബായിട്ട് നമ്മൾ ബീന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്, ഫ്രണ്ട്ഷിപ്പിലാകുക, ഫ്രണ്ട്സ് ആകുക. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്രസൻറ്റ് പെർഫെക്റ്റിന് 7ഓളം ഡിഫറെൻറ്റ് സാഹചര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഒരു വേർബ് ഇല്ലാതെ നമ്മളൊരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബീൻ ഉപയോഗിക്കാം. ഓക്കെ, ദിസ് ഇസ് ടു ബി തോട്ട്. ഓക്കെ, ഇത് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാനൊന്നും പറ്റില്ല. പ്രസൻറ്റ് പെർഫെക്റ്റിനുള്ള കൊണ്ടുള്ള പ്രശ്നം അതാണ്. ഇത് ഇവിടുന്ന് വരേണ്ടതാണ്. ഓക്കെ, ആദ്യം ഇവിടുന്നും പിന്നെ ഇവിടുന്നും. ഓക്കെ, പാസീവ് വോയിസിൽ ബീൻ എങ്ങനെ വരും? ഇത് കണ്ടു നോക്കൂ, ഈ സെൻറ്റൻസ്. ദേ ഹാവ് സെലക്റ്റഡ് ഹബഷ്. അവർ ഹബാഷിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഏതാണ് ടെൻസ്? ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ അവിടെ എന്ത് വരും? ബീന് വരും. കണ്ടു നോക്കൂ. ഓക്കെ, അവർ ദേ ഹാവ് സെലക്റ്റഡ് ഹബഷ്. ഹബാഷ് അവിടെ പോയി. ഹാസ് കാരണം സിംഗുലർ ആണ്, ഹബഷ് സിംഗുലർ ആണ്. ബീൻ സെലക്റ്റഡ് ബൈ ദം. ഇത് ബ്രാക്കറ്റ്സ്. ആരാണ് ചെയ്തത് അതിന് വലിയ പ്രസക്തിയില്ല. സോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ ബീന് വരും. ഇതേപോലെ വേറൊരു സെൻറ്റൻസ് നോക്കാം. ഐ ഹാവ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട്. ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം എന്താണ്? ഐ, ആരാണ് ചെയ്തത് അവനാണ് സബ്ജക്റ്റ്. ഞാനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, ഞാനാണ് സബ്ജക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ സെൻറ്റൻസിന് നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇവിടെ ബീന് വരും. ദ റിപ്പോർട്ട് ഹാസ്, കാരണം എന്താണ്? റിപ്പോർട്ട് സിംഗുലർ ആണ്, ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ. ബീൻ
submitted by me. അത് ബ്രാക്കറ്റ്സിൽ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ കണ്ടില്ല നിങ്ങൾ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസ് ആക്കുമ്പോൾ ഹാസ് ബീൻ വരും. പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസീവ് ആക്കുമ്പോൾ മാത്രമല്ല ബീന് വരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റിനെയും നമ്മൾ പാസീവ് ആക്കുമ്പോൾ ബീന് വരും. ഇവിടെ കണ്ടോ, ഐ ഹാഡ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ബിഫോർ നോൺ. ഞാൻ ഉച്ചയ്ക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ്. എന്തുകൊണ്ടാണ്? ഇത് ആക്റ്റീവ് വോയിസ് ആയതുകൊണ്ട് ആരാണ് ഈ പ്രവൃത്തി ചെയ്തത് അവനാണ് സബ്ജക്റ്റ്, റൈറ്റ്? ദ റിപ്പോർട്ടാണ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ദ റിപ്പോർട്ട് നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കാണ്. ദ റിപ്പോർട്ട് സബ്ജക്റ്റ് ആയിപ്പോയി. ഹാഡ് വന്നു, ബീന് വന്നു, അല്ലേ? സബ്മിറ്റഡ് ബൈ മീ ബിഫോർ നൂൺ. ഓക്കെ, സോ നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിക്കോട്ടെ, ഹാഡ് ബീൻ വരും. ഓക്കെ, ഇതിന് ഒരുപാട് കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട്, പക്ഷേ അതിന് ഈ വീഡിയോ മാത്രം പോരാ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്ത യൂസേജ് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ്, മെയിൻലി ട്രാവൽ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഐ ഹാവ് ബീൻ ടു USA, ഐ ഹാവ് ബീൻ ടു ജപ്പാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഇരുന്നിട്ട് ആൾക്കാരോട് പഞ്ചായത്ത് കേൾക്കാണ്, ഞാൻ ഈ സൊറ പറയുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണ്, പൊങ്ങച്ചം പറയാണ്, ഐ ഹാവ് ബീൻ ടു USA, ഐ ഹാവ് ബീൻ ടു ജപ്പാൻ. എനിക്ക് ഐ ഹാവ് ഗോൺ ടു USA, ഐ ഹാവ് ഗോൺ ടു ജപ്പാൻ എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടത് പറയാൻ പറ്റുന്നില്ല? ഐ ഹാവ് ബീൻ ടു USA എന്ന് പറയുമ്പോൾ ഞാൻ പോയി തിരിച്ചു വന്നു, ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ, ഞാൻ അവിടെ പോയിന് വെക്കേഷന്, ഞാൻ തിരിച്ചു വന്നു, അല്ലെങ്കിൽ അവർ എന്നെ ഡിപ്പോർട്ട് ചെയ്തു. ഐ ഹാവ് ബീൻ ടു ജപ്പാൻ, ഞാൻ ജപ്പാനിൽ പോയി തിരിച്ചു വന്നു, ഞാൻ വെക്കേഷന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബീൻ എന്താണ് നമ്മളെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്, ഞാൻ ജപ്പാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷീ ഹാസ് ബീൻ ടു കേരള ട്വൈസ്. ഇപ്പോൾ ഒരു അമേരിക്കക്കാരന് പറയാണ്, അവൻ്റെ ഭാര്യ ഹാസ് ബീൻ ടു കേരള ട്വൈസ്, 2 പ്രാവശ്യം പോയി വന്നിട്ടുണ്ട്. ഓക്കെ, ഷീ ഹാസ് ഗോൺ ടു കേരള എന്ന് പറഞ്ഞാൽ അവൾ കേരളയിൽ പോയിട്ടുണ്ട്, അപ്പോൾ അവിടെയാണ് ഉള്ളത് എന്ന ഒരർത്ഥം വരും. ബീൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തർത്ഥം വരും? പോയി വന്നിട്ടുണ്ട്. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ടു കാസർഗോഡ്? ഞങ്ങളോട് ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ടു കാസർഗോഡ്? എൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടോ? നമ്മൾ കാലിക്കറ്റിനായിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ നീ പോയി വന്നിട്ടുണ്ടോ എന്ന് ആയിരിക്കും അതിനർത്ഥമുള്ളത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പറയില്ല, ഐ ഹാവ് ബീൻ ടു USA ഇൻ 2016 എന്ന് പറയില്ല, ഒരു ഡേറ്റ് വെച്ച് പറയില്ല. ഞാൻ എപ്പോഴോ പോയിട്ടുണ്ട്, വിത്തൗട്ട് എ ഡേറ്റ് ആണ് നമ്മൾ പറയുക. ഐ വെൻറ്റ് ടു ഫ്രാൻസ് ഇൻ 2016. അപ്പോൾ നിങ്ങൾ ഡേറ്റ് പറയണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചോളൂ. ഇനി അടുത്ത യൂസ്, ബീൻ ഈസ് യൂസ്ഡ് വിത്ത് മോഡൽ വെർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പഠിച്ചു എന്താണ് ബി ഈസ് യൂസ്ഡ് വിത്ത് മോഡൽ വെർബ്സ്. ഇതുപോലെ ഷീ ഷുഡ് ബി കെയർഫുൾ, അവൾ ശ്രദ്ധാലു ആകണം. ഇത് പ്രസൻറ്റിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ബീൻ എങ്ങനെ ഉപയോഗിക്കാം? ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ, അവൾ ശ്രദ്ധാലു ആകണമായിരുന്നു, അവൾ ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, നമ്മൾ ബീൻ ഉപയോഗിക്കുമ്പോൾ, ബിക്ക് പകരം ബീൻ ഉപയോഗിക്കുമ്പോൾ മുമ്പ് അവൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ബി ഉപയോഗിക്കുകയാണെങ്കിലോ ഇപ്പോൾ ഷീ ഷുഡ് ബി കെയർഫുൾ എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ ശ്രദ്ധിക്കണം, അവൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് പറയും ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ, അവൾ ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഭാര്യ പറയും, മക്കളെ ബാബാനെ ഡിസ്റ്റർബ് ആക്കല്ല, ഹി മൈറ്റ് ബി ടയേർഡ്, അവൻ ക്ഷീണിതനായിരിക്കാം. ഓക്കെ, നിങ്ങൾ ശല്യപ്പെടുത്തല്ല. ഇത് പ്രസൻറ്റിലാണ് പറയാം. ഓക്കെ, ഇത് ചെറിയൊരു പോസിബിലിറ്റിയാണ്. മൈറ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ ഹി മൈറ്റ് ഹാവ് ബീൻ ടയേർഡ്, അയാൾ ക്ഷീണിതനായിരുന്നിരിക്കാം. ഓക്കെ, അതെപ്പോഴാണ് നമ്മൾ പറയുക? പാസ്റ്റ് ടെൻസിൽ. മൂപ്പര് വന്നപ്പാട് ഉറങ്ങിപ്പോയി. ഓക്കെ, എന്നിട്ട് എന്ത് ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവൻ ക്ഷീണിതനായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് അവൻ ഉറങ്ങിപ്പോയത്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ മോഡൽ വേർബ്സിന് ശേഷം ഹാവ് ബീനും, പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ ബി ഇയുമാണ് വരിക. ഓക്കെ, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ചിന്തിക്കാതെ വെറുതെ ഇതൊന്നും മനസ്സിലാവില്ല.
നിങ്ങളൊരു പുസ്തകത്തിലൊക്കെ എഴുതി എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് കറക്റ്റ് മനസ്സിലായതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. Been is used to indicate past support. Past support. Okay, let's look at example. You will understand better. She has been there for me when I needed her. എനിക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നെ പാസ്റ്റിൽ മുമ്പ് അവൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. മനസ്സിലായോ? എനിക്ക് സഹായം ആവശ്യമുണ്ടപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കും. ഓക്കെ, അടുത്ത സെൻറ്റൻസ്, അവർ ഫ്രണ്ട്സ് ഹാവ് ബീൻ ദെയർ ഫോർ അസ്. ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ് ബീൻ വന്നു. ഓക്കെ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്കായി ഉണ്ടായിരുന്നു, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാവ് ബീൻ ഒരു സഹായത്തെക്കുറിച്ച് പറയാൻ. ഓക്കെ, ഷീ ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ, അല്ലെ, അവൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. Thank you for watching, my friends.